സാഗറേ കേട്ടു വാ. ഇത് മതിയല്ലോ? ഇത് മതി. അടിപൊളി. നോക്കി ഇല്ല, ഇവിടെ ആരുമില്ല. അച്ഛനുണ്ട്. പാടി പിന്നെ വരാം. ഇവിടെ ആരുമില്ല. നീ വാ. പറഞ്ഞില്ലേ വാ. ഈച്ച അടിച്ചത്. ശരി. പോ. അമ്മേ, മഹേഷ്, ദേ അപ്പു വന്നു. ആഹാ, അയ്യോ, സുധാമണിയെ കൊണ്ടുവന്നില്ലേ? അത് കഷ്ടമായി പോയില്ലേ മോളെ. ബാലു, ഇനിയിപ്പൊ സിയോടെ ഭർത്താവാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞങ്ങോട്ട് നടക്കാമല്ലോ അല്ലേ? ഇതേ സിയോടെ ഭർത്താവല്ല, അപർണയുടെ ഭർത്താവാ. ഇത് ബാലഗോപാൽ, ഞാൻ അപർണ ബാലഗോപാൽ. അപർണ ബാലഗോപാൽ എന്ന് വെച്ചാ അപർണയുടെ വാലാണ് ബാലഗോപാൽ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞാണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചടങ്ങ്, അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ഇതിപ്പോ വലിയ ആഘോഷം പോലെയാണല്ലോ. ഇതൊക്കെ എന്തിനാ? പ്രധാനപ്പെട്ട പല ആൾക്കാരെയും ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ മോള് ഒരു കമ്പനിയുടെ സിഇഒ ആയതല്ലേ. സാധാരണ ആർക്കും അങ്ങനെ ഒരു പോസ്റ്റ് പെട്ടെന്ന് കിട്ടില്ല. അതെ, പിന്നെ ഇപ്പൊ തന്നെ ബാലുവിന് സിഇഒ ആവാൻ പറ്റുമോ? പറ്റത്തില്ല. ഒക്കെ കൂടി ഈ ഫംഗ്ഷൻ ഒന്ന് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ആ, നിങ്ങളിരിക്കും. ഞാൻ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് പൂർത്തിയായോന്ന് നോക്കിയിട്ട് വരാം. വാമേ. അല്ലപ്പൂ, ആക്ച്വലി ഇതിപ്പോ ആർക്ക് വേണ്ടിട്ടാ ഈ ഗെറ്റ് ടുഗദർ ഒക്കെ? നമുക്ക് വേണ്ടിട്ടോ അതോ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിട്ടോ? എന്താ ബാലു അങ്ങനെ പറയുന്നേ? അല്ല, തന്റെ മമ്മിയുടെ പ്രകൃതവും പെരുമാറ്റവും കണ്ടിട്ട് ചോദിച്ചു പോയതാ. താൻ നോക്കിക്കോ അപ്പു, തന്റെ അച്ഛമ്മയുണ്ടല്ലോ ഈ കുടുംബത്തിലെ ബന്ധങ്ങളെ കോളോ ആക്കും. നീ അവിടെയുള്ള അമ്മയെ നോക്ക്. മറ്റൊരാളിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും പറയൂ അമ്മ. ക്ഷമിച്ചേക്ക് ബാലു, പോട്ടെ, ഞാൻ സോൾവ് ചെയ്യാം. സാഗറേ, മീനാക്ഷി, ചേട്ടത്തി അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലൊക്കെ ഹാപ്പി അല്ലേ? പൊളിച്ചു ഗണേശൻ മാമ. അതാ സുധാമണി, കളർഫുൾ ആയിട്ടല്ലേ? നിങ്ങളോടൊക്കെയുള്ള നന്ദി എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടെന്ന് എനിക്ക് അറിയില്ല. നന്ദി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം മാറുവേ. പിന്നെ അവരെത്തേണ്ട സമയമായല്ലോ. കേക്ക് എന്തായാലും പൊളിച്ചു, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതെ അതെ, നന്നായിട്ടുണ്ട്. കേക്ക് ഇപ്പൊ വെച്ച് അലിഞ്ഞു പോവും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഹലോ സുധേ, നാളെ എന്നെ ഡിസ്ചാർജ് ചെയ്യുക. അതിന് ഞാൻ എന്ത് വേണം? എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. ഇതിനപ്പുറം എന്നെ കൊണ്ടൊന്നും പറ്റൂല. സുധേ, എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല. എന്നെ കൈവിടരുത്, രക്ഷിക്കണം. എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഞാൻ എല്ലാവരെയും രക്ഷിച്ചോളണം, അല്ലേ? എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കൂ. ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ജീവിതത്തിൽ വല്ലപ്പോഴുമെങ്കിലാ ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടാവുന്ന. അങ്ങനെ ഒരു സന്തോഷത്തിലാ ഞാനിപ്പോ. എന്നെങ്ങ് വിട്ടേക്ക്. ഉത്തരവാദിത്തങ്ങൾ തീർന്നിട്ടില്ലാത്തോണ്ട് മരിക്കാനാവൂല. ഒന്ന് ജീവിച്ചോട്ടെ.
എന്തു പറയുന്നു? ഒരു വിളി കൂടി വിളിക്കേണ്ടി വരും. ശരി, ഓക്കെ. സുധാമണി, ആ? കഥാപാത്രങ്ങളെ കാണുന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. ഇരുട്ടുന്നതിന് മുമ്പ് എന്നെ എത്തേണ്ടവരായിരുന്നല്ലോ. എന്തു പറ്റുമോ? എനിക്ക് തോന്നുന്നതേ അവര് നമ്മുടെ ഈ സർപ്രൈസിനെ കുറിച്ച് അറിഞ്ഞു കാണും. നമ്മളെ പറ്റിക്കാനായിട്ട് എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടാവും. ഇനി ഓഫീസിൽ വർക്കുമായി ബന്ധപ്പെട്ട് ലേറ്റ് ആവുന്നതാണോ? അതെ അതെ. ചേച്ചി ഒരു കാര്യം ചെയ്യ്. ചേച്ചി ഒന്ന് വിളിക്ക്. ഇവിടുത്തെ കാര്യം ഒന്ന് പറയണ്ട. എവിടെയാ, എന്താ എന്നൊക്കെ ചോദിക്ക്. എന്താന്നറിയാലോ. അത് ശരിയാ. I know. 1 minute. ഓക്കെ. ഹലോ അമ്മേ. അപ്പൊ മോളെ, എന്താ നിങ്ങൾ വരാൻ വൈകുന്നേ? നിങ്ങളിപ്പോ എവിടെയാ? ഓഫീസിലാ? അമ്മേ, ഞങ്ങളിപ്പോ വീട്ടിലാ. വീട്ടിലെന്ന് വെച്ചാ മോളെ വീട്ടിലാ? അതെ അമ്മേ, എന്റെ വീട്ടിലാ. അമ്മേ സോറി, ഒക്കെ ഞങ്ങള് വന്നിട്ട് പറയാന്ന് വെച്ചു. ഇവിടെ ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ CEO ആയതിന്റെ സന്തോഷം പപ്പയും മമ്മിയും കൂടെ ഒന്ന് ആഘോഷിക്കുക. ബോറായിപ്പോയി. ഇങ്ങോട്ട് പോരുന്ന കാര്യം അമ്മയോടും സാഗറിനോടും മീനാക്ഷിയോടും പറയാത്തത് അന്ന് വിരുന്നിനായിട്ട് ഇവിടെ വന്നപ്പോൾ ഉള്ള വിഷമം ഇതുവരെ മാറിയില്ലല്ലോ. അതുകൊണ്ട് ബാലു ഞാനും കൂടെ തീരുമാനിച്ചു അമ്മയോടൊന്നും പറയണ്ടാന്ന്. അമ്മയും സാഗറിനെയും മീനാക്ഷിയെയും ഇനിയും സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി. അതാ അമ്മ അവിടെ പറയാതെ ഓഫീസിന് നേരെ ഇങ്ങ് പോകുന്നത്. പാർട്ടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആവും. അമ്മ വെയിറ്റ് ചെയ്യണ്ട, ഭക്ഷണം കഴിച്ച് കിടന്നോളൂ. സാഗറിനോട് പറഞ്ഞേക്കണേ. ശരി മോളെ, മോള് വിഷമിക്കണ്ട. പാർട്ടിയൊക്കെ സന്തോഷായിട്ട് ആഘോഷിക്ക്. സാഗറിനോടും മീനാക്ഷിയോടും ഞാൻ പറഞ്ഞോളാം. ഓക്കെ മോളെ. ഓക്കെ അമ്മേ. ഇപ്പതേ പവനായി ശവമായി. കോളനി മരിച്ച വീട് പോലെയായി. അപർണ ഇവിടുത്തെ കോപ്രായങ്ങളെല്ലാം അറിഞ്ഞു കാണും. നിങ്ങളുടെ പാർട്ടി പങ്കെടുക്കാൻ ആ കൊച്ചിന് നാണക്കേടായിരിക്കും. ബാലുവിനെ വിളിച്ച് എങ്ങോട്ടോ പോയതാ. വീട്ടില് പാർട്ടി എന്നൊക്കെ ചുമ്മാ പറഞ്ഞതാ. സുധാമണി വിഷമിക്കാതെ. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതല്ലേ, വിഷമിക്കണ്ടാന്ന്, നമ്മളോട് ദേഷ്യം തോന്നണ്ടാന്ന്. ക്ഷമിക്കണം. സുധാമണി, ഞങ്ങളെ കൊച്ചാക്കി സംസാരിക്കല്ലേ. സുധാമണി എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? സുധാമണി പറഞ്ഞിട്ടല്ലല്ലോ ഞങ്ങൾ ഈ പാർട്ടിയൊക്കെ സംഘടിപ്പിച്ചത്. അപർണ ഞങ്ങളുടെയും കൂടെ കുട്ടിയാ, അതുകൊണ്ടാ. പിന്നെ അപർണയും ബാലും ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. തെറ്റ് നമ്മുടെ ഭാഗത്താ. അതെ, നമ്മൾ അവരോട് കാര്യങ്ങൾ കൃത്യമായി വിളിച്ചറിയിക്കണമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ എല്ലാം സന്തോഷത്തിനായിട്ട് ഈ കേക്ക് മുറിക്കാം.
സമയത്തിന് തന്നെ എത്തിയല്ലോ. വലിയ സന്തോഷം. ഞങ്ങള് കിരൺ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഫംഗ്ഷൻ തുടങ്ങാൻ. അല്ലേ ഏട്ടാ? പിന്നല്ലാതെ. ആഹാ, കിരൺ മോൻ വന്നോ? ഇനി ഈ ചടങ്ങൊന്ന് കൊഴുക്കും അല്ലേ മോളെ? ഇവനാണോ ഇവിടുത്തെ പ്രധാന ഗസ്റ്റ്? എന്തൊരു സ്വീകരണോ! ഇത് എന്റെയും കൂടി സന്തോഷത്തിന്റെ ആഘോഷമല്ലേ അച്ഛൻ? അതുകൊണ്ടല്ലേ മോനെ ഞാൻ പ്രത്യേകം വിളിച്ചു വരുത്തിയത്. ആ ബാലു, അപർണ, ദേ കിരൺ വന്നു. ആന്റി, ഞാനൊന്ന് അപ്പുറത്തേക്ക് നിൽക്കാം. നിങ്ങൾ ഫംഗ്ഷൻ തുടങ്ങാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തോ? ശരി ശരി. അവന്റെ ഒരു ഒടുക്കത്തെ ചാട. അമ്മേ വിഷമിക്കാതെ വാ, വന്നേ കിടക്കാം. അപർണേച്ചിയൊക്കെ വരാൻ വൈകും, ചിലപ്പോ നാളെയാകും. വന്നേ അമ്മേ. ആമേ. ഞാൻ വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ച് ചെല്ല്. ഉം. ചെല്ല് മോളെ. അമ്മേ. ചെല്ലനല്ലേ പറഞ്ഞേ? ഒരുക്കങ്ങളെല്ലാം ആയില്ലേ? ഇനി എന്തിനാ പപ്പ നമ്മൾ കാത്തിരിക്കുന്നേ? ഫംഗ്ഷൻ തുടങ്ങാം. ഒരു അപ്രതീക്ഷിത അതിഥി കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടാവാം ആഘോഷങ്ങളുടെ തുടക്കം. അപ്രതീക്ഷിത അതിഥിയോ? അതാരാ? എന്തായാലും നിനക്ക് വളരെ സന്തോഷം തരുന്ന ഒരാളാ, അല്ലേ യാമിനി? ആണോ മമ്മി? ആവോ, പക്ഷേ എനിക്കെത്ര സന്തോഷം തരുന്ന ആളൊന്നുമല്ല വരുന്നത്. എനിക്കും. എങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇപ്പൊ ഇവിടേക്ക് വരാൻ പോകുന്ന അപ്രതീക്ഷിത അതിഥി എന്റെ പ്രിയപ്പെട്ട ആന്റിയും എന്റെ പപ്പയുടെ കുഞ്ഞനിയത്തിയും എന്റെ മമ്മിയുടെ നാത്തൂനും അച്ഛമ്മയുടെ മകളുമായ ഡോക്ടർ മഹിമ ഫ്രം USA ആയിരിക്കും. എന്റെ മോൾക്ക് തെറ്റിയില്ല, അത് തന്നെയാണ്. വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. മഹിമ ഇപ്പൊ എത്തും. വാ. വാ ബാലു. എത്ര നാളായി. Oh my God, I can't believe this. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. അമ്മ സുഖായിരിക്കുന്നോ? യാമിനി, മഹിമാന്റെ ഞങ്ങളൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. ഈ ദിവസം വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ വലിയ CEO ആയി എന്നെ ഞെട്ടിച്ചില്ലേ? അപ്പോ അങ്ങോട്ട് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ആ ദേ ഇതാണ് ബാലു. ഹായ്. അപ്പൊ ഇതാണ് കഥാനായകൻ അല്ലേ? കൺഗ്രാറ്റ്സ് മോളെ. CEO ആയതിനല്ല, ബാലുവിനെ പോലെയുള്ള ഒരു പയ്യനെ കിട്ടിയതിന്. ബാലുവിന്റെ ക്യാരക്ടറിനെ കുറിച്ച് അപ്പു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബാലുവിനും അഭിനന്ദനം, അപ്പുവിനെ ഭാര്യയായി കിട്ടിയതില്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇനി ഫംഗ്ഷൻ തുടങ്ങും. വരും. തങ്കം, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നീ ചെന്ന് നോക്ക്. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ശരി സാർ. ഈ
ഇത് ബാലുവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗ്ലാസ്. കിരണേ, നീ എവിടെയാ? ഞാനിവിടെ സ്റ്റെയറിന്റെ ഭാഗത്തുണ്ട്. അങ്കിൾ എവിടെയാ? ഞാനിവിടെ കിച്ചൺ റൂമിലുണ്ട്. ആ തങ്കത്തിനെ പറഞ്ഞയച്ചു. ബാലുവിന്റെ ഗ്ലാസ്സിൽ മദ്യവും ചേർത്തു ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനി അതുകൊണ്ട് കൊടുത്താൽ മതി. അടിപൊളി അങ്കിളെ. ദേ, ഇന്ന് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം. യെസ്. മദ്യം അകത്ത് നിന്ന് അവൻ മാക്സിമം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടണം. അപർണയുടെ യാമിനിയുടെ ഒക്കെ തൊലി ഉരിയണം. വീട്ടുകാരൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാവണം. ഒക്കെ കൃത്യമായി നടക്കും കിരണേ. ഇന്നത്തോടെ അവന്റെ കാര്യത്തിൽ അപ്പുവിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാവും. നീ ഇങ്ങോട്ട് വാ. നോ 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 നോ. ഇപ്പൊ നമ്മൾ തമ്മിൽ അടുത്ത് സഹകരിക്കുന്നത് ആരും കാണണ്ട. പാർട്ടി തുടങ്ങട്ടെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം. അതെന്താ? അവൻ 4 കാലിൽ നിന്ന് ആടുന്നത് ഒരുമിച്ച് കാണുന്നതല്ലേ അങ്കിളെ അതിന്റെ ഒരു രസം. പക്ഷേ ഇപ്പൊ നമ്മളെ അവനെ ഒരുമിച്ച് കണ്ട അവനൊരു പക്ഷേ ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങിപ്പൊക്കളയും. നമ്മുടെ പദ്ധതി പാളും. ശരി എങ്കിൽ ഓക്കെ. ഞാനിപ്പോ ഐശ്വര്യമായി ജ്യൂസ് കൊണ്ടിറങ്ങുക. എവിടെന്നെങ്കിലും കാണാൻ പറ്റുമോ? നീ കണ്ടോ ഞാൻ ജ്യൂസ് കൊടുക്കുന്നത്? ഓക്കെ അങ്കിൾ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. എടാ ബാലു, നീ തീർന്നടാ, തീർന്നു. ആ അതെ, ആ ഫയല് MD-യുടെ അപ്രൂവലിൽ വെച്ചിട്ടുണ്ട്. അപർണ തിരക്കില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ, ബൈ. ബാലു, ബാലു, ഈ ജ്യൂസ് കുടിക്ക്. വേണ്ട, താങ്ക്സ്. കുടിക്കടോ. ഫുഡ് കഴിച്ചില്ലെങ്കിലും ജ്യൂസ് കുടിക്കണം. അല്ലെങ്കിലേ ഈ ഫംഗ്ഷനെ തന്നെ അവോയ്ഡ് ചെയ്യും പോലെ ആവും. കുടിക്കേ. ഇത് ഇത്